ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയും ദിവസത്തിന്റെ അടുത്ത് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട അവസരം കർത്താവ് നൽകിയതോർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയും തിരുവചനങ്ങളെ പഠിക്കുവാൻ, ചിന്തിക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഒരു നിമിഷം കൂടെ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്ത് വന്നിരിക്കുന്നു. തിരുവചനങ്ങളെ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അടത്തി എഴുതുമാറാകണമേ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കുറപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. തിരുവചനം ഉള്ളതിന് അതിൽ പ്രാഗൽഭ്യത്തോടെ പഠിപ്പിക്കുവാൻ അയ്യോടിനെ ബലപ്പെടുത്തണം. അടിയങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് ഒരു ചെറിയ റിവിഷനാണ് നമ്മൾ നടത്തിയത്. ദൂതന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രികാലം അതോടുള്ള ബന്ധത്തിൽ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ചില വസ്തുതകൾ കൂടെ ഓർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ ചില ദൂതന്മാരുടെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിലരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലകളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അത് ഒന്നുകൂടെ കേട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൽ പലയിടത്തുമുള്ള വിശ്വാസികൾ പല നിലകളിലാണ് ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിന്റെ കാരണം പല പല ബുക്കുകൾ, എഴുത്തുകൾ ഒക്കെ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ആ നിലകളിൽ അവരൊക്കെ ചിന്തിക്കുന്നുണ്ട്. ലോകത്തിൽ വിവിധയിടങ്ങളിലുള്ള വിശ്വാസികൾക്ക് പല തരത്തിലുള്ള ബൈബിളുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. എത്യോപ്യയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ നമ്മൾക്കുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ബുക്കുകളുണ്ട്. ഹാനോക്കിന്റെ പുസ്തകം, അതുപോലെ ടെസ്റ്റമെന്റ് ഓഫ് സോളമൻ തുടങ്ങിയ ബുക്കുകളൊക്കെ അവരുടെ ബൈബിളിൽ ചേർത്തിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. ഞാനത് പറയുന്നതിന്റെ താല്പര്യം, നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ശലോമോൻ എഴുതിയ ടെസ്റ്റമെന്റ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ബുക്കിലും ശലോമോന്റെ ജ്ഞാനം എന്ന് പറയുന്ന ബുക്കില് ഒക്കെ ശലോമോൻ ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ ദൂതന്മാരുടെ വസ്തുതകൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഏകദേശമായിട്ടൊന്ന് നോക്കിയിട്ട് അതെല്ലാം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇവിടെ ഈ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 12 തരത്തിലുള്ള പ്രധാന ദൂതന്മാരുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. യഹൂദന്മാരുടെ തനാക്കിൽ പലയിടങ്ങളിലായി 12 തരത്തിലുള്ള ദൂതന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നിന്നും നമുക്ക് ആ പേരുകൾ ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ പേരുകൾ ഞാനൊന്ന് ഓർപ്പിക്കാം. അവര് പറയുന്നതനുസരിച്ച് പ്രധാന ദൂതന്മാരായിട്ട് മീഖായേല്, ഗബ്രിയേല്, റഫായേല്, ഉരിയേല്, മെതായേല്, ഷമ്മായേല്
യോഫേല്, സിദക്കിയേല്, റെഹുവേല്, അരിയേല്, അസ്രായേല്, ഹനിയേൽ, ഇങ്ങനെ 12 ദൂതന്മാരെ കുറിച്ചാണ് അവര് പറയുന്നത്. എന്നാൽ ഇതിൽ ചില ദൂതന്മാരുടെ പേരുകൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാം. നമുക്കറിയാവുന്നത് ബൈബിളിൽ നിന്ന് പ്രധാനപ്പെട്ട ഗബ്രിയേൽ, മീഖായേൽ എന്ന് പറയുന്ന 2 പ്രധാന ദൂതന്മാരെ കുറിച്ചാണ് നമ്മുടെ ബൈബിളിൽ നാം പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഉരിയേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ചും ഷമായേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ചും റഫായേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ചും ഒക്കെ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവെഴുത്തുകൾ ബൈബിളിലുണ്ട്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്റെ മാർപ്പതക്കത്തിൽ ഉറീമും തുമ്മീമും വച്ചിരുന്നു. അതിന്റെ അർത്ഥം വെളിപ്പാടും സത്യവും എന്നാണ്. ദൈവം ഉറീമ് കൊണ്ട് ഉത്തരമരുളുമായിരുന്നു. പുരോഹിതൻ അത് വഹിച്ചിരുന്നു. ഇത് പഴയ നിയമകാലത്ത് പുരോഹിതന്മാരുടെ വസ്ത്രത്തിൽ അവർ ധരിച്ചിരുന്ന ഉറീമിനും തുമ്മീമിനും വലിയ അർത്ഥമുണ്ടായിരുന്നു. ഉറീം എന്ന് പറഞ്ഞാൽ വെളിപ്പാടെന്നാണ്. അപ്പോൾ ഉരിയേൽ എന്ന് പറയുന്ന ഒരു ദൂതൻ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദാനിയേലിന് ദർശനങ്ങൾ കാണിച്ചു കൊടുത്ത, യോഹന്നാനെ വെളിപ്പാടുകൾ നൽകിയ, ജോസഫിന് ദർശനങ്ങൾ കാണിച്ചു കൊടുത്ത, ഇങ്ങനെ അനേക ഭക്തന്മാർക്ക് വെളിപ്പാടുകൾ, ദർശനങ്ങൾ നൽകി കൊടുത്തത് ദൂതന്മാരാണ്. നമുക്ക് ദൈവിക വെളിപ്പാടുകൾ, ദർശനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു ദൂതൻ വന്ന് വെളിപ്പാടുകൾ നമ്മളെ അറിയിക്കുന്നു. ആ ദൂതനാണ് ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ദൂതന്മാരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൂതന്മാരുടെ സാന്നിധ്യം ജീവിക്കുന്ന ദൈവമക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നേരിട്ട് ദൂതന്മാരെ കാണുവാൻ നമുക്ക് കഴിയും. ദൂതന്മാരോട് നേരിട്ട് സംസാരിപ്പാൻ നമുക്ക് കഴിയും. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരോട് നേരിട്ട് സംസാരിച്ച ധാരാളം ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കും ദൈവത്തിന്റെ ദൂതന്മാരോട് സംസാരിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ആലോചനകൾ നമ്മളെ അറിയിക്കും. നമ്മൾ അത് വിശ്വസിക്കുന്നവരാണ്. അദൃശ്യ ലോകത്തെക്കുറിച്ച് നാം വിശ്വസിക്കുന്നവരാണ്. നാം ഈ കാണുന്ന ദൃശ്യമായ ലോകത്തിന് ദൃശ്യമായതൊന്നുമല്ല കാരണമെന്ന് വരുമാറ് ലോകം ആറ്റത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. കാണാൻ പാടില്ലാത്ത ആറ്റം കൊണ്ടാണ് ലോകം മുഴുവൻ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ചെറു കണികകൾ തന്നെ ചേർന്ന് നാം മരുവും നൽപ്പഴി മൂടിയായതും. ആ കൊച്ചു കൊച്ചു കണികകൾ ചേർത്താണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആറ്റമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കുന്നു. ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, ദൃശ്യമായതും അദൃശ്യമായതും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഈ അദൃശ്യ ലോകം ദൈവം സൃഷ്ടിച്ചു. അദൃശ്യ ലോകത്തിലുള്ള നമുക്ക് കാണാൻ
നഗ്ന നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ദൂതന്മാർ. അതുകൊണ്ട് നമ്മളെ വെളിപ്പാടുകൾ, ദർശനങ്ങൾ നൽകി തരുവാൻ കടന്നു വരുന്ന ദൂതന്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും അനുഭവിച്ചറിയുവാൻ കഴിയും. അതുപോലെ തന്നെ ഷമായേൽ എന്നൊരു ദൂതൻ, യഹോവ ഷമ്മ എന്നൊരു വാക്യം ബൈബിളിലുണ്ട്. എസെക്കിയേൽ പ്രവചനം അവസാനത്തെ അധ്യായം, അവസാനത്തെ ഭാഗമാണ്. യഹോവ ഷമ്മ, യഹോവ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവ ഷമ്മ എന്നുള്ളത് ഹീബ്രു വേർഡാണ്. യഹോവ നമ്മോട് കൂടെ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ, യാക്കോബിന്റെ സന്തതികളെ ഷമ്മായി സന്തതികളായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദൈവത്തോടു കൂടെയുള്ളവർ, ഷമ്മായികൾ, ദൈവത്തോടു കൂടെ വസിക്കുന്നവരെന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. യഹോവ ഷമ്മ. അപ്പോൾ തന്നെ അത് അരമായ ഭാഷയിൽ ഷമ്മായേൽ എന്നാണ്. ഏൽ എന്ന് കേട്ടാൽ ദൈവമെന്ന് ഓർത്തുകൊള്ളണം. ഏലിയാവ്, ഏലിഷാബ്, എലിഷബത്ത്, എസക്കിയേല്, ദാനിയേല്. ഏൽ എന്ന് കേൾക്കുമ്പോൾ ദൈവമെന്ന് ഓർക്കണം. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ യഹോവ ഷമ്മ എന്നുള്ളത് യഹോവ നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. അപ്പോൾ ഷമ്മ ഏൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഒരു ദൂതൻ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദൈവമക്കളുടെ കാവലിന് വേണ്ടി എപ്പോഴും നമ്മോട് കൂടെയുള്ള ദൂതന്മാരുണ്ട്. ആ ദൂതനെയാണ് ഷമായേൽ എന്ന് പറയുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. എപ്പോഴും നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. പിന്നെ യഹോവ റാഫ, നമുക്കറിയാം. റാഫ യഹോവ, അവൻ സൗഖ്യമാക്കും, സൗഖ്യമാക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യഹോവ റാഫ. അതിന്റെ അറമായ ഭാഷയാണ് റഫായേൽ. യഹോവ റാഫ, സൗഖ്യദായകനായ യഹോവ. റഫായേൽ എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന ദൈവം, ദൈവം സൗഖ്യദായകൻ. രോഗവും ദുഃഖവും ഒക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ കടന്നു വരുന്ന ദൂതന്മാരുണ്ട്. ചിലപ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് നമ്മെ തലോടാറുണ്ട്, തൂക്കാറുണ്ട്. നമുക്ക് ആഹാരം തരുന്നതായിട്ട് നമ്മൾ ചിലപ്പോൾ ദർശനത്തിൽ കാണും. അതൊക്കെ നമ്മുടെ വിടുതലിന് കാരണമായി തീരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പി മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. നല്ല പാട്ടുകാരനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൂതസഞ്ചയം എനിക്ക് കാവലായി തന്നു, ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം എന്നുള്ള പാട്ട് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ, മരണക്കിടക്കയിൽ അവരെല്ലാം ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൂതന്മാര് അദ്ദേഹത്തിന്റെ കിടക്കയുടെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ, മരണക്കിടക്കയിൽ കിടക്കുന്ന ദേവദാസൻ പറഞ്ഞു, ദൂതന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നു. അന്ന് അദ്ദേഹം എഴുതിയ പാട്ടാണ്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നു. ഒരു ദൈവ പൈതൽ മരണത്തോടടുക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്ന് അവരെ സ്വർഗത്തിലേക്ക്, പരദീസയിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസർ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, പരദീസയിലേക്ക് കൊണ്ടുപോയി. ഒരു ദൈവ പൈതൽ മരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവരെ പരദീസയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ
പിശാചിന്റെ ദൂതന്മാർ വന്നവരെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. അത് നാം ഓർത്തുകൊള്ളണം. ദൂതന്മാരുടെ പ്രൊട്ടക്ഷനും പ്രൊഫഷനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. 12 തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനത് പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. ദൂതന്മാർ എന്നുള്ളത് ദൂതന്മാരുടെ പേരല്ല, അവർ ചെയ്യുന്ന ജോലിയാണ്. പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് പോസ്റ്റ്മാന്റെ പേരല്ല, പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലിയെയാണ് ആ പേര് കൊണ്ട് അറിയുന്നത്. ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ചെയ്യുന്ന ജോലിയോടുള്ള ബന്ധത്തിലാണ്. നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സ് ചെയ്യുന്ന ജോലിയോടുള്ള ബന്ധത്തിലാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ അവരുടെ പേരല്ല ദൂതന്മാരെ. എന്നാൽ ചിലരുടെ പേരുകൾ പ്രത്യേകം ബൈബിളിൽ എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത്, സ്വർഗവും സ്വർഗാദി സ്വർഗവുമുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്നേക്ക് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഉച്ചരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സ്വർഗീയ ഭാഷ കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൂതന്മാരുടെ ഭാഷ, അവരാ ഭാഷയിൽ പാടുന്നത് നമുക്ക് ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കും. ദൂതസംഘത്തോട് ചേർന്ന് പാടുവാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നിറയപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. സ്വർഗാദി സ്വർഗം, അവിടെയാണ് ദൈവിക സിംഹാസനം. ദൈവസിംഹാസനത്തിന്റെ ചുമതലക്കാരാണ് കെരൂബുകൾ എന്ന് നമുക്കറിയാം. സ്വർഗാദി സ്വർഗത്തിൽ കെരൂബുകളുണ്ട്, സറാഫുകളുണ്ട്. മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു, ലൂസിഫർ. അവരാണ് തള്ളപ്പെട്ട ദൂതന്മാർ, ഫാളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ. എന്നാൽ ഇപ്പോഴവിടെയുള്ളത് കെരൂബുകളും സറാഫുകളുമാണ്. കെരൂബുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഏതാണ്ട് 30 പ്രാവശ്യം കെരൂബുകളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കെരൂബുകളെ കുറിച്ച് ദൈവസിംഹാസനത്തിന്റെ വാഹകരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവമെന്ന് 7 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം കെരൂബുകളുടെ മേലാണ് അധിവസിക്കുന്നത്. കെരൂബുകളുടെ മധ്യേ വസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. കെരൂബുകളുടെ ജോലി, അവരുടെ കെരൂബുകൾക്ക് 4 ചിറകുകളാണുള്ളത്. അത് 2 ചിറകുകൾ വിടർത്തിപ്പിടിച്ച് അതിലാണ് ദൈവസിംഹാസനത്തെ വഹിക്കുന്നത്. കെരൂബുകൾക്ക് 4 മുഖങ്ങളുണ്ട്. സിംഹമുഖം, മനുഷ്യന്റെ മുഖം, കാളയുടെ മുഖം, കഴുകന്റെ മുഖം. 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ട് കെരൂബുകൾക്ക്. അവർ ദൈവസിംഹാസനം വഹിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് സകല ഭൂമി നിറയട്ടെ, ദൈവത്തിന്റെ മഹത്വം എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് കെരൂബുകൾ. കെരൂബുകളെ കുറിച്ച് നമുക്കറിയാം. സമാഗമന കൂടാരത്തിൽ കെരൂബുകളെ ഉണ്ടാക്കി വെക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തു. ശലോമോന്റെ ദേവാലയത്തിൽ 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയാണ് അന്തർമന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വലിയ വലിപ്പമുള്ള കെരൂബുകളെ ഉണ്ടാക്കി വെച്ചത്. സമാഗമന കൂടാരത്തിന്റെ തിരശ്ശീലകളിൽ ഒക്കെ കെരൂബുകളുടെ ചിത്രങ്ങൾ കൊടുത്തിരുന്നു. ശലോമോന്റെ ദേവാലയത്തിലും യെരുശലേം ദേവാലയത്തിലും എല്ലാം കെരൂബുകളുടെ ചിത്രങ്ങൾ പ്രത്യേകം കൊത്തി ഉണ്ടാക്കിയിരുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കെരൂബുകളെ കുറിച്ച് അങ്ങനെ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് 80-ാം സങ്കീർത്തനം 1-ാം വാക്യവും
91 സങ്കീർത്തനത്തിന്റെ 1 വാക്യവും ദൈവം കെരുവുകളുടെ മേൽ വസിക്കുന്നു, കെരുവുകളെ വാഹനമാക്കി പറക്കുന്നു, സഞ്ചാര സിംഹാസനം വഹിക്കുന്നത് കെരുവുകളാണ്. എസെക്കിയേൽ പ്രവചനം 1 അധ്യായത്തിലും 10 അധ്യായത്തിലും കെരുവുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതാണ് സ്വർഗസിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ട 1-ാമത്തെ വിഭാഗം. 2-ാമത് സറാഫുകളാണ്. സറാഫുകളെ കുറിച്ച് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. 6 ചിറകുള്ള സറാഫുകൾ, 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് വിശ്രമം കൂടാതെ ഒരുവനോടൊരുവൻ തട്ടഹസിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സറാഫുകൾ. അത് സ്വർഗാദി സ്വർഗത്തിൽ 1-ാം ഭാഗത്ത് അഥവാ ഏറ്റവും ഉയരത്തിൽ ദൈവസിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. അതിൻ്റെ താഴെ സ്വർഗത്തിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, അത് ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇതിലെല്ലാം കോടാനുകോടി ദൂതന്മാരുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 വാക്യങ്ങളിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതലൊക്കെ എഴുതിയിട്ടുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ സകലോപൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതാണ്. അധികാരങ്ങളെ കുറിച്ച് അങ്ങനെ വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇതിൻ്റെ എല്ലാം നേതാക്കന്മാരായ ദൂതന്മാരുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം മുഴുവനായി ചുമതലയുള്ള ആർക്കേഞ്ചൽ, പ്രധാന ദൂതനാണ് മീഖായേൽ. മീഖായേലിന്റെ കീഴിലാണ് മറ്റെല്ലാ ദൂത സഞ്ചയങ്ങളും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, എബ്രായ ലേഖനം ഒക്കെ, ലൂക്കോസിന്റെ സുവിശേഷം ത്തിലൊക്കെ നമ്മൾ മീഖായേലിനെ കുറിച്ച് കാണുന്നുണ്ട്. ഗബ്രിയേലിനെ കുറിച്ച് അടുത്തത്, അതും പ്രധാനമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതുകൾ കൊണ്ടുപോകുന്ന ദൂത സഞ്ചയങ്ങളുടെ ഉയർന്ന പൊസിഷനിലുള്ള ദൈവത്തിന്റെ പ്രധാന ദൂതനാണ് ഗബ്രിയേൽ. ഗബ്രിയേലിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് വിശദമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജനനമൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി കടന്നു വന്നത് ഗബ്രിയേൽ മാലാഖയാണ്. പിന്നെ വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തില്, 11-ാം അധ്യായത്തിലൊക്കെ വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊർന്നല്യോസിന്റെ അടുത്ത് ഒരു വിശുദ്ധ ദൂതൻ കടന്നു വന്ന് പത്രോസിനെ വരുത്തി, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ഉപദേശം അവൻ നിന്നോട് പറയുമെന്ന് ഒരു വിശുദ്ധ ദൂതൻ മുഖാന്തരം അവന് അരുളപ്പാടുണ്ടായതായിട്ട് വായിക്കുന്നു. ശക്തിമാന്മാരായ ദൂതന്മാര്, അത് വേറൊരു ഗ്രൂപ്പാണ് ശക്തിമാന്മാർ. എല്ലാ ദൂതന്മാരും ശക്തിമാന്മാരാണെങ്കിലും ബലവും ശക്തിയുമേറിയ ദൂതന്മാർ ഒരു രാത്രി അശൂർ പാളയത്തിൽ ചെന്ന് ഒരു ദൂതൻ 1,85,000 പേരെ സംഹരിപ്പാനിടയായി. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 7-8 വാക്യങ്ങളിലുണ്ട്. യെശയ്യാ പ്രവചനം 37-ാം അധ്യായം 36-ാം വാക്യത്തിലുണ്ട്. അത്ര ശക്തിമാന്മാരായ ദൂതന്മാരുണ്ട്. ശക്തിമാന്മാരായ ദൂതന്മാരെന്ന് പറയുമ്പോൾ വളരെ ശക്തിയുള്ള ദൂതന്മാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൂതന്മാർ. ജലത്തിന്റെ എല്ലാം അധിപതിയായ ദൂതന്മാരുണ്ട്. ഭൂമിയിൽ ജലമുണ്ട്, സ്വർഗത്തിൽ ജലമുണ്ട്, ആകാശത്തിൽ ജലമുണ്ട്.
ജലപ്രളയ സമയത്ത് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു, ഭൂമിയുടെ ഉറവകളും തുറന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ചുമതല വഹിക്കുന്ന ജലാധിപതിയായ ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ജലത്തിന്റെ മേൽ അധികാരമുള്ള ദൂതൻ. കാറ്റിന്റെ അധികാരിയായ ദൂതന്മാരുണ്ട്. ഇതെല്ലാം ഓരോ ദൂതസഞ്ചയങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യങ്ങളിലുണ്ട് കാറ്റുകളെ പിടിച്ചു നിർത്തുന്ന ദൂതനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 12-ാമത് അഗ്നിയുടെ അധിപതിയായ ദൂതന്മാരുണ്ട്. യഹൂദ ബാലന്മാരെ ഹനന്യാവ്, അസറിയാവ്, മീശായേൽ തീച്ചൂളയിലിട്ടപ്പോൾ അഗ്നിയുടെ അധിപതിയായ ദൂതൻ തീച്ചൂളയിൽ ഇറങ്ങി വന്നു. രാജാവ് പറയുന്നത് 4-മത്തവനെ ഒരു ദൈവപുത്രനോട് ഒക്കുന്നു. ദൈവപുത്രനോട് സദൃശനായ ഒരുവൻ തീച്ചൂളയിൽ ഇറങ്ങി വന്നത് അവർ കണ്ടു. അങ്ങനെ തീച്ചൂളയിൽ ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിയുന്ന അഗ്നിയുടെ അധിപതിയായ ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലെ 14-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 12 തരത്തിലുള്ള ദൂതസഞ്ചയങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കെരൂബുകളെ കുറിച്ച് അല്പമായിട്ടൊന്ന് ഓർപ്പിക്കുകയാണ്. കെരൂബുകളെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കെരൂബുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ മാത്രമേ കെരൂബുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് കെരൂബുകളെ കുറിച്ച് ആദ്യം പറയുന്നത്. ഏദൻ തോട്ടത്തിന്റെ വാതിലടക്കുകയും അവിടെ തിരിഞ്ഞു ജ്വലിക്കുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ കാവലാക്കി എന്ന് വായിക്കുന്നു. ഈ കെരൂബുകളെ കുറിച്ച് ശലോമോന്റെ ദേവാലയത്തിൽ കെരൂബുകളെ ഉണ്ടാക്കിയിരുന്നു. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 23-ാം വാക്യം, 1 Kings chapter 6 verse 23, 2 Samuel 22 verse 11, 1 Chronicles 28:18, Ezekiel chapter 1 verse 10. ഇങ്ങനെ കെരൂബുകളെ കുറിച്ച് വിവിധ ഇടങ്ങളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. 7 ഇടങ്ങളിൽ ദൈവസിംഹാസനത്തിന്റെ വാഹനരായിട്ട് ഇവരെ പറഞ്ഞിട്ടുണ്ട്, കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവമെന്ന്. ആ വാക്യങ്ങളൂടെ ഞാനൊന്ന് ഓർപ്പിക്കാം. 1 ശമൂവേൽ 4-ാം അധ്യായം 4-ാം വാക്യം, 2 Samuel chapter 6 verse 2, 2 Kings chapter 19 verse 15, 1 Chronicles 13 chapter verse 6, Psalms 80 verse 1, Psalms 90 verse 1, Isaiah 37:16. ഇവിടെ എല്ലാം കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ കെരൂബുകളുടെ മധ്യ വസിക്കുന്ന ദൈവം എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്വർഗസിംഹാസനത്തിൽ 3 ഡിപ്പാർട്ട്മെന്റുകൾ ദൂതന്മാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിലൊന്നായിരുന്നു ലൂസിഫറും അവന്റെ അനുയായികളും. അവരായിരുന്നു വർഷിപ്പേഴ്സ് ലീഡർ. അവരാണ് ദൈവസിംഹാസനത്തിന് മീതെ കയറുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചതുകൊണ്ട് ദൈവം അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. ആ ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട്
നരകത്തിലാക്കിയിരിക്കുകയാണ്. ലൂസിഫറിനെയും അവന് കൂടെ ഉണ്ടായിരുന്ന, അവന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 7 ദൂതന്മാരെയും ചങ്ങലയിട്ട് നരകത്തിലാക്കിയിരിക്കുകയാണ്. മുകളിൽ 3-ാം സ്വർഗവും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താഴോട്ട് ഭൂമിയിൽ പാതാളമുണ്ട്, അധമപാതാളമുണ്ട്, കത്തുന്ന തീപ്പൊയ്ക, അഗ്നി, നരകമുണ്ട്. അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഭൂമിക്കടിയിൽ നമുക്ക് ചിന്തിക്കാം. അതിനെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ച് വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. എന്നാൽ 3ആയിട്ട് നമുക്കിപ്പോൾ ചിന്തിക്കാം. കാരണം പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാതാളത്തിലാണ് വിശ്രമിച്ചിരുന്നത്. എന്നാൽ അവിടെ അബ്രഹാമിന്റെ മടിയെന്നും പാതാളമെന്നും 2 അറകളാണ്. അതിൽ അബ്രഹാമിന്റെ മടിയിലാണ് പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്നത്. യേശുവിന്റെ മരണശേഷം പഴയ വിശുദ്ധന്മാരെ യേശു പാതാളത്തിലേക്ക് പോയി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അവരെ പർദീസയിൽ കൊണ്ടേയാക്കി, സ്വർഗീയ പർദീസയിലാക്കി എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കാതെ മരിച്ചുപോയ എല്ലാവരും പാതാളത്തിലാണ് കഴിയുന്നത്. അതിനും താഴെ അധമ പാതാളമുണ്ട്. അവിടെ തന്നെ അന്ധതമസുണ്ട്, കത്തുന്ന തീപ്പൊയ്കയുണ്ട്. ഇതെല്ലാം കൂടെ ചിന്തിച്ച് വിഷമിക്കേണ്ട. പാതാളം, അധമ പാതാളം, അഗ്നി, നരകം, ഇങ്ങനെ ചിന്തിക്കുക. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, അത്രയും ഇപ്പോൾ ചിന്തിക്കുക. കഴിയുമെങ്കിൽ 7 പാരഡൈസ് എന്ന് പറയുന്ന ഒരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് വായിച്ചാൽ ഈ സ്വർഗീയ പർദീസകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അത് വിടുകയാണ്. എന്നാൽ ഈ ലൂസിഫറിനെ ശിക്ഷിച്ച് അങ്ങനെ വിട്ടതിന് ശേഷമാണ് ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് മാറിപ്പോയപ്പോൾ ലൂസിഫറും കൂട്ടരും ഭൂമിയിൽ താമസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ താമസിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് തിരിച്ചു ഭൂമിയിൽ വരുമായിരുന്നു. അവർ തെറ്റിപ്പോയപ്പോൾ, വീണുപോയപ്പോൾ അവരെ നരകത്തിലാക്കി. പകരം മനുഷ്യരെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ പ്രധാനവുമായ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏദൻ തോട്ടത്തിലാക്കപ്പെട്ടിരുന്ന മനുഷ്യനെ ലൂസിഫർ അല്ല തെറ്റിച്ചത്. ലൂസിഫറിനെയും അവന്റെ പ്രധാന ദൂതന്മാരെയും നരകത്തിലാക്കിയെങ്കിലും ബാക്കിയുള്ള ദൂതസഞ്ചയങ്ങളെ ആകാശമണ്ഡലങ്ങളിലേക്കാണ് തള്ളിക്കളഞ്ഞത്. അവരുടെ പ്രേരണയാൽ 4 കൂട്ടം ദൂതന്മാരെ, 4 പ്രധാനപ്പെട്ട ദൂതന്മാരെ, സ്വർഗത്തിലെ വാഴ്ചകളിൽ നിന്നും അധികാരങ്ങളിലും ഉണ്ടായിരുന്ന ദൂതന്മാരെ സാത്താൻ ഭൂമിയിലേക്ക് ആനയിക്കുകയും അവര് ദൈവത്തിനെതിരായിട്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടവനാണ് ബയാസ്, അബ്ദോൻ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പല്യോൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദോനാണ് ഭൂമിയിൽ വന്ന്, അതിന് സമയാസ എന്നാണ് ഹാനോക്കിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ വന്ന് മനുഷ്യനെ തെറ്റിച്ചത്. ആദമിനെയും അവയെയും തെറ്റിച്ച് പാപത്തിൽ വീഴിച്ചത്. അങ്ങനെ അവരെ തെറ്റിച്ച് കളഞ്ഞപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പാപികളായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതിനുശേഷം ഈ ഭൂമിയിൽ കടന്നു വന്ന അസസേൽ എന്ന് പറയുന്ന ദൂതൻ, അതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അബ്ദോൻ എന്നുള്ള ദൂതനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തില് പറഞ്ഞിട്ടുണ്ട്. അസസേൽ എന്ന് പറയുന്ന ദൂതനെ കുറിച്ച് ഇസ്രായേൽ മക്കൾ
വിഗ്രഹാർപ്പിതം ഉണ്ടാക്കി വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത് അവന്റെ കാലത്താണ്. ജാദു ചെയ്യാൻ തുടങ്ങിയത്, വിച്ച് ക്രാഫ്റ്റ്, ക്ഷുദ്രപ്രയോഗം, ഇങ്ങനെയുള്ള പരിപാടികള്, അന്യദൈവ സേവ, ഇതെല്ലാം തുടങ്ങിയത് അസസേലിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്രയേൽ മക്കൾ മഹാപാപപരിഹാര ദിവസം 2 ആട്ടുകൊറ്റനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ദൈവത്തിനൊന്നും ഒന്ന് അസസേലിൽ നിന്നും ചീട്ടിടും. അസസേലിൽ നിന്ന് ചീട്ട് വീഴുന്ന ആടിനെ മാറ്റി നിർത്തും. ദൈവത്തിന് യഹോവയ്ക്കെന്ന് പറഞ്ഞ് ചീട്ട് വീണ ആടിനെ ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് യാഗമായിട്ട് അർപ്പിക്കും. 1 വർഷം അവർ ചെയ്ത എല്ലാ പാപങ്ങളുടെയും മോചനത്തിനായിട്ട് എല്ലാ പാപങ്ങളും ഈ ആടിന്റെ മേൽ ചുമത്തിയിട്ട് ഈ ആടിനെ യാഗമായി അർപ്പിക്കുമ്പോൾ പാപമോചനം ലഭിച്ചു എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ അസസേലിൽ നിന്ന് ചീട്ട് വീണ ആടിന് തലയിൽ ഒരു ചുവന്ന റിബൺ കെട്ടും. അതിനെ മഹാപുരോഹിതൻ 2 കൈയും അതിന്റെ തലയിൽ വെച്ച് ജനത്തിന്റെ സകല പാപങ്ങളും അതിന്റെ മേൽ ചുമത്തും. വിഗ്രഹാരാധന, ക്ഷുദ്രപ്രയോഗം, അന്യദൈവസേവ, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്ത് ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് ആ പാപങ്ങൾ മുഴുവൻ അതിന്റെ മേൽ ചുമത്തിയിട്ട് അതിനെ നിയമിക്കപ്പെട്ട ആളുകളുടെ കൈവശം മരുഭൂമിയിലേക്ക് കൊടുത്തുവിടും. മരുഭൂമിയിൽ അതിനെ കൊണ്ടുപോയിട്ട് യൂപ്പർട്ടീസ് നദിയുടെ തീരത്ത് വലിയ പാറക്കെട്ടുകളുള്ള സ്ഥലത്ത് ഈ അസസേലിനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അസസേൽ അവിടെയാണ് പാർത്തിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹാനോക്കിന്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ മരുഭൂമിയിൽ പാർത്ത് ജനത്തെ വഞ്ചിച്ചു എന്ന്. അപ്പോൾ അസസേലിന് വേണ്ടി ഈ ആടിനെ കൊടുത്തു വിടുകയാണ്. അവിടെ കൊണ്ടുവന്ന് വലിയ പാറക്ക് മുകളിൽ നിന്ന് ഈ ആടിനെ താഴേക്ക് തള്ളിയിടും. ഈ ആട് ദൂരേക്ക് പോകുമ്പോൾ ജനമെല്ലാം നോക്കി നിൽക്കും. ദൂരെ 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 പോകുമ്പോഴേക്കും ഇതിന് തലയെ കിട്ടിയിരിക്കുന്ന ചുവന്ന റിബൺ കാണാൻ വയ്യാതെയാകും. ആട് തന്നെ ഒരു ചെറിയ പൊട്ട് പോലെ കാണത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ദൂരം പോയി കഴിയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ സകല പാപവും, രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാപമെല്ലാം മാഞ്ഞുപോയി എന്ന് വിശ്വസിച്ച് അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ അസസേലിന് വേണ്ടി ആടിനെ വിജനപ്രദേശത്ത് കൊണ്ടുപോയിട്ട് പാറയിടുക്കിൽ തള്ളിയിട്ട് നശിപ്പിച്ച് കളയുമായിരുന്നു. അസസേലിന് വേണ്ടി കൊടുക്കുമായിരുന്നു. അതുപോലെ മറ്റൊരു ദൂതനാണ് മാമോൻ. അതും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മാമോൻ, ദൈവത്തെയും മാമോനെയും കൂടെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഒരുത്തനെ സ്നേഹിച്ച് മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. വാക്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ എടുത്തു വായിപ്പിക്കാത്തത്. അപ്പോൾ ഈ ഭൂമിയിൽ പണം ഇടപാടുണ്ടായത് മാമോൻ നിമിത്തമാണ്. അതിനു മുമ്പ് ഇവിടെ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. സാധനങ്ങൾ കൊടുത്ത് മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതിയായിരുന്നു. പിന്നീട് ആട് മാടുകളായിരുന്നു, മൃഗസമ്പത്തുകളായിരുന്നു സമ്പത്തായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പണത്തിന്റെ ഇടപാട് മനുഷ്യരുടെ ഇടയിൽ വന്നതാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായത്. മണിയുടെ ദേവനായിട്ടാണ് മാമോനെ കരുതുന്നത്. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിരുന്ന് യേശുക്രിസ്തുവും പറയുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അനീതിയുള്ള മാമോൻ, അത് പണത്തിന്റെ ദേവനായിട്ടാണ് ആളുകൾ കരുതി പോരുന്നത്. അതുകൊണ്ട് അവനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ
പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞു, ഭൂതങ്ങളുടെ തലവനായ ബേസബൂലിനെ കൊണ്ടാണ് ഇവൻ രോഗികളെ സൗഖ്യമാക്കുന്നതെന്ന്. ഭൂതങ്ങളുടെ തലവനാണ് ബേസബൂൽ. ഈ ബേസബൂലാണ് മനുഷ്യനെ പൈശാചികമായ ശക്തിയാൽ ബാധിച്ച് ഇല്ലായ്മ ചെയ്യുന്ന വലിയ ഭൂതങ്ങളുടെ തലവനാണ് ബേസബൂൽ. ഈ ബേസബൂലിനെ കുറിച്ച്, അബ്ദോനെ കുറിച്ചൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അബ്ദോനെ ദാഗോൻ എന്നും അറിയപ്പെടുന്നു. ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി വെച്ചത് നമുക്കറിയാം. ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഫെലിസ്ത്യരുമായിട്ട് യുദ്ധമുണ്ടായിട്ട് യഹോവയുടെ പെട്ടകം എക്രോനിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിലാണ് കൊണ്ടുപോയി വെച്ചത്. ദാഗോൻ മറിഞ്ഞു വീണു. അടുത്ത ദിവസം മറിഞ്ഞു വീണ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് അവിടെ കിടന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം നമുക്ക് ദോഷം വരുത്തുന്നു എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് അവര് ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി. അസ്തോദ്, അസ്കലോൻ, ഗത്ത്, ഗസ, എക്രോൻ, ഈ 5 ഫെലിസ്ത്യ പട്ടണങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ആ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം 5 എലികളെയും 5 മൂലക്കുരുവിന്റെ പ്രതിമകളും ഉണ്ടാക്കി പെട്ടകത്തിൽ വെച്ച് കറവുള്ള 2 പശുക്കളെ അതിന് കെട്ടി അതിന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ അടച്ചിട്ടിട്ട് അതിനെ വിട്ടു. അത് നേരെ ബേത്ത്ശേമെസിലേക്ക് പോയി. നമുക്കറിയാം. അപ്പോൾ ദാഗോന്റെ ക്ഷേത്രത്തിൽ യഹോവയുടെ പെട്ടകം കൊണ്ടുപോയി വെച്ചപ്പോൾ ദാഗോൻ തകർന്നു വീണതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നത് ഈ 4 ദൂതന്മാരെയാണ് ലൂസിഫറിന് ശേഷം ഭൂമിയിലേക്ക് സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ തങ്ങളുടെ വാഴ്ച വിട്ടുപോയ ദൂതന്മാരെന്നവരെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലൊക്കെ ഉണ്ട്. അവരെ തകർക്കുവാൻ വേണ്ടിയാണ്, അവരുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശുക്രിസ്തു വന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച് കാൽവറിയിൽ പരസ്യമായ കാഴ്ചയാക്കി. അവരെ യൂഫ്രട്ടീസ് നദിയുടെ തുടക്കത്തിന്റെ ഉത്ഭവസ്ഥാനത്തിനടുത്ത് വലിയ പാറക്കെട്ടുകളുടെ ഇടയിൽ ആന്തതമസിന്റെ ചങ്ങലയിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ന്യായവിധിക്കായിട്ട്. ഇനിയും മഹോപദ്രവകാലത്ത് ഭൂമിയിൽ വലിയ അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതുണ്ടാകാൻ കാരണം ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടും. യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുവാൻ ഒരു ഓർഡർ കൊടുക്കും. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെ അഴിച്ചുവിടുകയും അവർ ഈ ഭൂമിയിൽ ഇന്നുള്ളതിനേക്കാൾ ഭയങ്കരമായ രീതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കുകയും മനുഷ്യരെ വഷളാക്കുകയും ചെയ്യും. ഭയങ്കര വഷളത്വം കൊണ്ട് ഭൂമി നിറയും. അങ്ങനെ ഒരു കാലം ഉണ്ടാകും. അന്ന് ദൈവമക്കൾ ഭൂമിയിൽ കാണത്തില്ല. അതിനു മുമ്പ് ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതിനു മുമ്പ് നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കും. അതാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും. ഇനി ദൂതന്മാരുടെ കാര്യത്തെക്കുറിച്ച് ആദ്യം തൊട്ട് ഓർത്തു നോക്കുക. ഏദൻ തോട്ടത്തിൽ കാവലിനായിട്ട് ദൂതന്മാരുണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ ചെന്നു. ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ പ്രദാനം ചെയ്യുവാൻ ദൂതന്മാരിവിടെ ഉണ്ടായിരുന്നു. ഹാഗാറിന് മരുഭൂമിയിൽ വെള്ളം കൊടുക്കുവാൻ ദൂതന്മാരുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോത്തിനെ രക്ഷിച്ചത് ദൂതന്മാരാണ്. ഗിദെയോനെ വേണ്ടി പ്രവർത്തിച്ചത് ദൂതന്മാരാണ്. ശിംശോന് വേണ്ടി പ്രവർത്തിച്ച ദൂതന്മാരാണ്. പലയിടത്തും
മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ വാഗ്ദാനം ചെയ്തത് അഥവാ പ്രഖ്യാപിച്ചത് ദൂതന്മാരാണ്. യോഹന്നാൻ സ്നാപകന്റെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ലോകത്തിൽ പ്രഖ്യാപിച്ചത് ദൂതന്മാരാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ യോസഫിനോട് നേരിട്ട് സംസാരിക്കുകയും ആലോചന പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ദൂതന്മാരാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തിൽ സാത്താൻ പരീക്ഷിക്കുമ്പോഴും ദൂതന്മാരാണ് യേശുവിനെ വന്ന് ശുശ്രൂഷിച്ചത്. ഗത്സമന തോട്ടത്തിൽ യേശു രക്തം വിയർത്തപ്പോൾ ദൂതന്മാരാണ് അടുത്ത് വന്ന് ശുശ്രൂഷിച്ചത്. എവിടെയും ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കല്ല് ആരുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് കല്ലറയ്ക്കിലേക്ക് പോകുന്ന സഹോദരിമാർ ചെന്നപ്പോൾ കണ്ടത് കല്ലുരുട്ടി നീക്കി ദൂതൻ അതിന്മേലിരിക്കുന്നതാണ് കണ്ടത്. യേശു ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം നടത്തിയതും ദൂതന്മാരാണ്. യേശു സ്വർഗത്തേക്ക് കയറിപ്പോയപ്പോൾ വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചതും ദൂതന്മാരാണ്. ഇനിയും 1000 ആണ്ട് വാഴ്ചയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പോകുന്നത് ദൂതന്മാരാണ്. അന്ന് നാം ദൂതന്മാരോട് ചേർന്ന് വസിക്കുന്ന നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് ദൂതന്മാരുടെ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ചില വാക്യങ്ങൾ കൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും സമയം പോയതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ച ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൂതന്മാരുടെ സാന്നിധ്യം നമ്മുടെ നഗ്ന നയനങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൂതന്മാർ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിൽ ദൈവത്തിന്റെ പ്രൊഫഷനിൽ കഴിയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂതന്മാരോട് നേരിട്ട് കൽപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. ദൈവമാണ് കൽപ്പന കൊടുക്കുന്നത്, ദൂതന്മാരത് അനുസരിക്കുന്നു. ദൈവം ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു. അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ് ദൂതന്മാർ. ദൈവം കൽപ്പിക്കുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് അവരോട് കൽപ്പിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ പറയുക, ദൈവം തക്ക സമയത്ത് തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ വിടുവിക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം ബലഹീനരായിരിക്കുമ്പോൾ ദൂതന്മാർ കടന്നു വന്ന് നമ്മെ ശുശ്രൂഷിക്കും, നമ്മെ ബലപ്പെടുത്തും. നമുക്ക് നല്ല ദർശനങ്ങൾ കർത്താവ് നൽകിത്തരും. കർത്താവിൻ്റെ ദിവ്യ ആലോചനകൾ ദൂതന്മാരിലൂടെ ദൈവം നമ്മെ അറിയിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ, ദൈവിക ദർശനങ്ങൾ കാണുവാൻ, ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.